ഏവർക്കും ദേവദാരുവിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു വിഷുക്കാലം കൂടി വരവായി. എല്ലാ വർഷവും മേടം 1-ാം തീയതിയാണ് വിഷു വരാറ്. കാർഷിക വിളവെടുപ്പ് കാലം തുടങ്ങുന്ന സമയമാണ്. വർഷാരംഭത്തിൽ നല്ലൊരു കണി കണ്ടുകൊണ്ടാണ് നമുക്ക് എല്ലാ നന്മയുടെയും സമൃദ്ധിയുടെയും ഒക്കെ ആ ഒരു വർഷം നല്ലൊരു കണി കണ്ടുണർന്നാൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. വിഷുക്കണി ഒരുക്കുമ്പോൾ എന്തെല്ലാമാണ് കണിയായിട്ട് വെക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം നമ്മൾ വിഷുക്കണി ഒരുക്കുവാനായിട്ട്. അതിൽ വെറ്റില, അടയ്ക്ക, നാണയം, കണിക്കുന്ന കണി, വെള്ളരി. കണിവെള്ളരി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. അതുപോലെ ചന്ദനം, സിന്ദൂരം, വൽക്കണ്ണാടി എന്നിവയെല്ലാം തന്നെ പ്രധാനമാണ്. അത് എങ്ങനെയാണ് നമ്മളൊരു വിഷുക്കണി ചിട്ടയോടെ ഒരുക്കേണ്ടത് എന്നാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അതിൻ്റെ ഓരോ വസ്തുക്കൾ വെക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഐതിഹ്യങ്ങളുണ്ടോ എന്നൊക്കെ നമുക്കിന്ന് നോക്കാം. അതുപോലെ തന്നെ മേടം 1-ന് വിഷുവിനെ കൂടാതെ മറ്റൊരു ഐതിഹ്യവും ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഐതിഹ്യമല്ല, ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഈ മേടം 1-ാം തീയതി ദിനരാത്രങ്ങൾക്ക് തുല്യ ദൈർഘ്യം കൂടി ഉണ്ട് എന്നതാണ്. കാരണം സാധാരണയായിട്ട് സൂര്യൻ വടക്ക് കിഴക്ക് അല്പം ചെരിഞ്ഞാണ് ഉദിക്കുക. എന്നാൽ മേടം 1-ന് സൂര്യൻ നേരെ കിഴക്ക് ദിശയിലാണ് ഉദിക്കുന്നത്. അതുകൊണ്ടാണ് ദിനരാത്രങ്ങൾക്ക് തുല്യ ദൈർഘ്യം ഉണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വിഷുക്കണി ഒരുക്കുവാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, ആദ്യം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ വിഷുക്കണി ഒരുക്കുമ്പോൾ തലേദിവസം തന്നെ അത് ഒരുക്കുവാനുള്ള ഓട്ടുരുളി എല്ലാം നല്ല പുളിയിട്ട് നല്ല കഴുകി വൃത്തിയാക്കി വിളക്കും എല്ലാം എടുത്ത് ഭദ്രമായിട്ട് അടുത്ത് വയ്ക്കുക. വിഷുക്കണി ഒരുക്കുവാനായിട്ട് ആദ്യം ഒരു ആവണപ്പലക, അതായത് പടിഞ്ഞാറ് ദിശയിൽ വേണം വിഷുക്കണി കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വേണം വയ്ക്കാനെന്നാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ ആ സ്ഥാനം കണ്ടിട്ട് നല്ല ശുദ്ധമായ ഒരു സ്ഥലത്ത് ഒരു ആവണപ്പലകയോ അത് ഇല്ലെങ്കിൽ വിഗ്രഹം, നമ്മുടെ ശ്രീകൃഷ്ണ വിഗ്രഹമോ ഫോട്ടോയോ ഒക്കെയല്ല നമ്മൾ കണി ഒരുക്കുവാനായിട്ട് വയ്ക്കുന്നത്. അത് വയ്ക്കുവാനായിട്ട് പറ്റിയ നല്ല പൊക്കമുള്ള പീഠമോ കുഞ്ഞു കസേരയൊക്കെ ഇപ്പോൾ കിട്ടുമല്ലോ, അതുപോലുള്ള എന്തെങ്കിലും ഉപയോഗിച്ച് പൊക്കി വേണം ശ്രീകൃഷ്ണ വിഗ്രഹവും അല്ലെങ്കിൽ ഫോട്ടോയും ഒക്കെ നിലത്ത് വയ്ക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ഒരു മഞ്ഞ വസ്ത്രമോ അല്ല മഞ്ഞ പട്ടോ വിരിക്കുക. എന്നിട്ട് ഭഗവാന്റെ വിഗ്രഹമോ ഫോട്ടോയോ എടുത്ത് ഭദ്രമായിട്ട് അതിന് മുകളിലായിട്ട് വയ്ക്കുക. അതിന് ശേഷം ഭഗവാന്റെ മുന്നിലായിട്ട് മഞ്ഞ ഒരു വിരിച്ചിട്ട് വേണം നമ്മൾ കണി ഒരുക്കുവാനായിട്ടുള്ള ആ ഓട്ടുരുളി വയ്ക്കാനായിട്ട്. ഓട്ടുരുളി വെറും തറയിൽ വെക്കല്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഇഷ്ടനിറമായ മഞ്ഞ നിറത്തിൽ വിഗ്രഹവും വെക്കുന്ന പോലെ തന്നെ മഞ്ഞ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഓട്ടുരുളിയും വയ്ക്കുക. ഇനി തലേദിവസം നമ്മളത് നല്ല വൃത്തിയായിട്ട് പുളി ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഓട്ടുരുളിയിൽ നമുക്ക് ആദ്യമായിട്ട് എന്താണ് വയ്ക്കേണ്ടത് എന്ന് നോക്കാം. ആദ്യമായിട്ട് ഓട്ടുരുളിയിൽ നമ്മൾ ഇടേണ്ടത് എന്തെന്നാൽ അരിയും നെല്ലും കൂട്ടിക്കലർത്തിയ അക്ഷതമാണ്. ഇത് വിതറിയതിൻ്റെ മുകളിലാണ് നമ്മൾ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ വയ്ക്കേണ്ടത്. ആദ്യമായിട്ട് നമ്മൾ വയ്ക്കേണ്ടത് സ്വർണ്ണ നിറത്തിലുള്ള കണിവെള്ളരി വേണം നമ്മൾ ഈ ഓട്ടുരുളിയിൽ അക്ഷതത്തിൻ്റെ മുകളിലായിട്ട് വയ്ക്കുവാനായിട്ട്. പിന്നീട് പഴവർഗ്ഗങ്ങളെല്ലാം തന്നെ വയ്ക്കാം. ഈ പച്ചക്കറികൾ വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, കുമ്പളം സാധാരണയായിട്ട് കണിക്ക് വെക്കാറില്ല. കാരണം കുമ്പളം ശ്രാദ്ധത്തിന് എടുക്കുന്നത് കൊണ്ടാവാം കുമ്പളം സാധാരണ കണികളിലൊന്നും അങ്ങനെ കണ്ടുവരാറില്ല, കണി ഒരുക്കുന്നതിലൊന്നും കണ്ടുവരാറില്ല. പിന്നെ അടുത്തത് നമുക്ക് മാമ്പഴം വയ്ക്കാം. മാമ്പഴം വയ്ക്കുന്നത് പ്രധാനമായിട്ടും മുരുക ഭഗവാന് ഇഷ്ടപ്പെട്ട ഒരു പഴമാണ് മാമ്പഴം. അതുകൊണ്ട് മാമ്പഴം വയ്ക്കുന്നത് ഒഴിവാക്കരുത്. ഇനി ഈ വിഷു എന്ന പദം, വിഷ്ണു എന്ന പദം ചുരുങ്ങിയാണ് വിഷു എന്ന പദം വന്നത് എന്ന് പറയപ്പെടുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഗുരുവായൂരപ്പന് അല്ലെ കണ്ണനുണ്ണിക്ക് ഇഷ്ടമായ പഴമാണ് ഈ ഓട്ടുരുളിയിൽ വയ്ക്കേണ്ടത്. അപ്പോൾ പഴം വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മളിങ്ങനെ അടർത്തി വയ്ക്കാതെ ഒരു പടലയോടെ വേണം പഴം നമ്മൾ കണി വയ്ക്കുവാനായിട്ട് എടുക്കാനായിട്ട്. പിന്നീട് നമുക്ക് നമ്മുടെ
നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികളും പഴങ്ങളും ഒക്കെ വയ്ക്കാം. അത് കാർഷിക ഉത്സവമായതുകൊണ്ടാണ് ഈ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കണി ഒരുക്കുവാനായിട്ട് വയ്ക്കുന്നത്. നമുക്ക് കണി പൂർത്തിയാവണമെങ്കിൽ ഒരു ചക്ക കൂടി വയ്ക്കുമ്പോഴാണ് ഒരു കണി എപ്പോഴും പൂർത്തിയാവുക. അപ്പോൾ ചക്കയെന്ന് പറയുന്ന പഴം, ചക്കപ്പഴം ഭഗവാന്, അതായത് വിഘ്നേശ്വരനായ ഗണപതി ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് ചക്ക നമുക്ക് അടുത്തതായിട്ട് വയ്ക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് കണിക്കൊന്ന പൂവ് ഇതിൻ്റെ മുകളിലായിട്ട് വയ്ക്കാം. ഈ കണിക്കൊന്ന പൂവിന് സുവർണിക എന്ന സ്വർണ്ണ കളറുള്ള സ്വർണ്ണവർണ്ണത്തോട് കൂടിയ സുവർണിക എന്ന അറിയപ്പെടുന്ന കണിക്കൊന്നയിൽ ലക്ഷ്മി ദേവി വസിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് നമുക്ക് വേറൊരു 2 പാത്രങ്ങളിലായിട്ട് നെല്ലും അരിയും വയ്ക്കാം. ഈ നെല്ലും അരിയും വയ്ക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശമെന്ന് പറയുന്നത് ഈ കാർഷിക വിളവെടുപ്പ് അല്ലെങ്കിൽ വിളവെടുപ്പിൻ്റെ ഒരു സൂചനയായിട്ടാണ് നെല്ലും അരിയും വയ്ക്കുന്നത്. അടുത്തത് അതിൻ്റെ അടുത്തായിട്ട് ശുദ്ധമായ ഒരു കിണ്ടിയിലോ മൊന്തയിലോ വെള്ളം നിറച്ച് വയ്ക്കണം. അതായത് ജലം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവനാഡിയുടെ ഒരു മൂല കാരണമാണല്ലോ ജലം. അപ്പോൾ ജലം നമ്മൾ കണ്ണിൽ തൊട്ട് കണി കാണുന്നത് വളരെയേറെ വിശേഷമാണെന്നാണ് പറയുന്നത്. വിഷുപ്പുലരിയിൽ മഹാലക്ഷ്മിയെ വരവേൽക്കുവാനായിട്ട് ഒരു തട്ടത്തിൽ നമ്മൾ പൊന്നും നാണയത്തുട്ടും പണവും അതുപോലെ തന്നെ അലക്കിയ ഒരു കോടി വസ്ത്രവും വെറ്റിലയും അടയ്ക്കയും ഒക്കെ വെച്ച് വയ്ക്കണം. അത് മഹാലക്ഷ്മിയെ നമ്മൾ വരവേൽക്കാനായിട്ടാണ്, അത് മഹാലക്ഷ്മിക്കുള്ളതായിട്ടാണ് അത് വയ്ക്കുന്നത്. ഈ നാണയത്തുട്ടുകൾ കൈനീട്ടം കൊടുക്കുമ്പോൾ രാവിലെ നമ്മൾ കണി കണ്ടിട്ട് എല്ലാവർക്കും, മുതിർന്ന ആൾക്കാർ കുഞ്ഞുകുട്ടികൾക്കും എല്ലാവർക്കും നാണയത്തുട്ടുകൾ കൈനീട്ടം കൊടുക്കുമ്പോൾ മഹാലക്ഷ്മിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കൊടുത്താൽ വാങ്ങുന്നവർക്കും കൊടുക്കുന്നവർക്കും ആ ഒരു വർഷക്കാലം വളരെ ഐശ്വര്യമുള്ളതായി തീരുമെന്നാണ് വിശ്വാസം. ഇനി അടുത്തതായിട്ട് കണി വെക്കുന്നിടത്ത് നമ്മൾ വെക്കേണ്ടത് അഷ്ടമംഗല്യത്തട്ടാണ്. അഥവാ ഇനി അഷ്ടമംഗല്യത്തട്ട് ഇല്ലെങ്കിൽ വാൽക്കണ്ണാടി വയ്ക്കാം. അപ്പോൾ വാൽക്കണ്ണാടിയും അഷ്ടമംഗല്യത്തട്ടുമൊക്കെ വയ്ക്കുന്നത് ഭഗവതിയെ സൂചിപ്പിച്ചിട്ടാണ്, അതായത് ഭഗവതിയെ സങ്കല്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുന്നു. അഷ്ടമംഗല്യത്തട്ടിൽ കുങ്കുമം, ചന്ദനം തുടങ്ങിയവയാണ് വെക്കണം. എന്നിട്ട് നമ്മൾ കണി കണ്ടിട്ട് കുങ്കുമവും ചന്ദനവും ഒക്കെ തൊടാൻ വേണ്ടി കണി കണ്ട ശേഷം ഇത് അണിയാൻ വേണ്ടിയാണ് അങ്ങനെ വെക്കുന്നത്. ഇനി നമുക്ക് അഷ്ടമംഗല്യത്തട്ട് എല്ലാ വീടുകളിലും കാണണമെന്നില്ല. അപ്പോൾ വാൽക്കണ്ണാടി എങ്കിലും നിർബന്ധമായിട്ടും വെക്കണം. നമ്മളെ തന്നെ കണി കണ്ട് ഉണരുക എന്നൊരു തത്വം കൂടി ഈ വാൽക്കണ്ണാടി വയ്ക്കുന്നതിൽ ഉണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് 2 തേങ്ങാമുറിയാണ് വയ്ക്കേണ്ടത്. അതിൽ കിഴികെട്ടി നെല്ലോ എള്ളോ കൊണ്ട് കിഴികെട്ടി തിരിയിട്ട് വേണം വയ്ക്കാനായിട്ട്. ചില സ്ഥലങ്ങളിലൊക്കെ തേങ്ങാമുറിയിൽ നാണയത്തുട്ടുകളാണ് ഇടാറ് പതിവ്. ഞാൻ കൂടുതലും കണ്ടത് നാണയത്തുട്ടുകളാണ്. ഇനി നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത്, അതിനെല്ലാം മുൻപിലായിട്ട് വേണം 5 തിരിയിട്ട വിളക്ക് വയ്ക്കേണ്ടത്. ഈ വിളക്കിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് വിഷുക്കണിയുടെ ഏറ്റവും മുമ്പിലാണ് വിളക്കിൻ്റെ സ്ഥാനം വരുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ എല്ലാവരും ശുദ്ധവൃത്തിയോടെ കുളിച്ച് ഈ കണിയെല്ലാം ഒരുക്കി വീട്ടിലെ മുതിർന്ന സ്ത്രീകൾ, വല്യമ്മമാരും അമ്മമാരും ഒക്കെ ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം വിഷുവിന് അന്ന് അതിരാവിലെ വീട്ടമ്മ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധവൃത്തിയോടെ വിളക്ക് തെളിയിച്ച് കുടുംബാംഗങ്ങളെ എല്ലാം വിളിച്ചുണർത്തി കണി കാണിക്കുന്നതോടെ ഒരു നല്ലൊരു വിഷുക്കാലം അങ്ങ് ആരംഭം കുറിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിഷുക്കണി കണ്ടു കഴിഞ്ഞാൽ വിഷു കൈനീട്ടം നൽകുന്ന ഒരു ചടങ്ങുണ്ട്. ഈ കൈനീട്ടം നൽകുന്ന വ്യക്തി കണിക്കൊന്നയും നാണയവും ഒന്നിച്ച് വലതു കൈ കൊണ്ട് വേണം നൽകാൻ എന്നാണ് പറയുന്നത്. വിഷു കൈനീട്ടം നൽകുന്ന വ്യക്തിയുടെ കൈ ഉയർന്നും വാങ്ങുന്ന വ്യക്തിയുടെ കൈ താഴ്ന്നും ഇരിക്കണമെന്നാണ് വിശ്വാസം. ഇനി നമ്മൾ വിഷുക്കണി കാണാനായിട്ട് ഏറ്റവും അനുയോജ്യമായ ഒരു സമയമെന്ന് പറയുന്നത് പുലർച്ചെ 4:39 5:26 ഇടയിലുള്ള ഒരു സമയമാണ്. ഈ സമയം വിഷുക്കണി കാണുന്നത് ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം. 33 കോടി ദേവതകളും ഈ സമയം അനുഗ്രഹം ചൊരിയുമെന്നാണ് പറയുന്നത്.
ഈ ദിനത്തിൽ സൂര്യോദയം വളരെ പ്രധാനമുള്ളതാണ്. അതിനാൽ പുലർച്ചെ കണി കാണാൻ സാധിക്കാത്തവർക്ക് സൂര്യൻ ഉദിച്ച് 2 നാഴിക കഴിയുന്നതിനുള്ളിൽ കണി കാണാം. പുലർച്ചെ 4:39 മുതൽ 7:50 വരെയുള്ള സമയമാണ് കണി കാണാൻ ഉത്തമമെന്ന് പറയപ്പെടുന്നു. കണി വച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളിലേക്കും കണ്ണ് എത്തണമെന്നും പറയുന്നു. അപ്പോൾ കണി കണ്ട് ഉണർന്ന് നല്ലൊരു പുലരിയിൽ ഇങ്ങനെ കാണുന്നത് വളരെ ഐശ്വര്യമുണ്ടാക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ കണി വയ്ക്കേണ്ടത് പടിഞ്ഞാറോട്ട് വെച്ച് കിഴക്കോട്ട് ദർശനമായിട്ട് വേണം കണി കാണാൻ. അതായത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വേണം കണി കാണാൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ കണി കണ്ടതിന് ശേഷം എല്ലാവർക്കും കൈനീട്ടമായി നാണയത്തുട്ടുകൾ കൊടുത്തതിന് ശേഷം ഈ വിളക്കും ഈ ഓട്ടുരുളിയും എടുത്ത് പ്രകൃതിയെയും വളർത്തുമൃഗങ്ങളെയും ഒക്കെ കണി കാണിക്കുന്ന ഒരു ചടങ്ങ് കൂടി ചില സ്ഥലങ്ങളിലുണ്ട്. ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ കണിയൊക്കെ ഒരുക്കി കണ്ടാൽ നമുക്ക് ഒരു വർഷക്കാലം വളരെയധികം പുണ്യം നിറഞ്ഞ ഒരു വർഷമായിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. എല്ലാ സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും ഉറപ്പായിട്ടും. അപ്പോൾ ഏവർക്കും ഒരു സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നല്ലൊരു വിഷു ആശംസിക്കുന്നു. ആദ്യമായിട്ടാണ് എന്തെങ്കിലും അഥവാ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്തൊരു വീഡിയോയിൽ വരും വരെ നന്ദി, നമസ്കാരം.